ഞാൻ ആക്ച്വലി ഞാനിവിടെ വരുമ്പോൾ എന്റെ HbA1c എന്ന് പറയുന്നത് 9.7 ആയിരുന്നു. 9.7 HbA1cയിലാണ് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത്. ഞാനിവിടെ വന്നത് HbA1c എന്റെ ഷുഗർ കുറയുമെന്നോ അതൊന്നും ഓർത്തിട്ടല്ല, ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ കുറയുമെന്നൊന്നും കേട്ടിട്ടില്ല. ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഇവിടെ. പക്ഷെ ഞാനിവിടെ ജോയിൻ ചെയ്ത സമയം മുതൽ എന്റെ കോച്ചസ് എന്റെ അടുത്ത് പറയുന്നുണ്ട് ഷുഗർ മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്ക് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, വിത്തൗട്ട് ടാബ്ലറ്റിലേക്ക് പോകാൻ പറ്റും. കഴിഞ്ഞ 7 വർഷമായിട്ട് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് 150 to 200 റേഞ്ചിലാണ് എന്റെ ഷുഗറിന്റെ ലെവൽ എപ്പോഴും കാണിക്കുന്നത്. അപ്പം ഞാൻ എന്റെ മനസ്സിൽ കരുതിയിരുന്ന ബാലൻസിങ്, അതായത് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്, എന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 150 to 200 ആണെങ്കിൽ ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് പറയും ഇന്ന് എന്റെ ഷുഗർ നോർമൽ ആണെന്ന് പറയുമായിരുന്നു. വിത്ത് ടാബ്ലറ്റിലാണ്. ഞാൻ രാവിലെ 1000 mg മെറ്റ്ഫോമിൻ കഴിക്കുമായിരുന്നു, വൈകുന്നേരവും 1000 mg തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. ആ ടാബ്ലറ്റിലാണ് 150 to 200 റേഞ്ചിലിരുന്നത്. അപ്പൊ എന്റെ അടുത്ത് കോച്ചസ് ഇത് കുറഞ്ഞു വരും, ബാലൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത്. ടാബ്ലറ്റ് കഴിച്ചിട്ട് ആവാത്തത് പിന്നെ ഇത് എങ്ങനെ ബാലൻസ് ആവുമെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. എനിവേസ് അവർ പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് മുതൽ ഞാൻ എന്റെ ഡയബറ്റിക് മീൻസ് എന്റെ ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ചെക്ക് ചെയ്തപ്പോൾ ഒരു 150യുടെ താഴേക്ക് വരാൻ തുടങ്ങി. പിന്നീട് അത് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സിനി ചെക്ക് ചെയ്തപ്പോൾ വന്നതുപോലെ 100ന് താഴേക്ക് വന്നു. 100ന് താഴെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, പിന്നെ എന്താ എക്സൈറ്റഡ് ആയി. അതെന്താ ഇങ്ങനെ വരുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഡയബറ്റിക് തുടങ്ങിയിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് 100ന് താഴെ എന്റെ ഡയബറ്റിക് കാണുന്നത്. ഞാൻ കോച്ചസുമായിട്ട് അത് ഡിസ്കസ് ചെയ്തു. അവരെന്താണോ പറയുന്നത്, കോച്ചസ് എന്റെ അടുത്ത് എന്താണോ പറഞ്ഞു തരുന്നത്, അതിനപ്പുറത്തേക്ക് ഞാൻ എന്റേതായ രീതിയിൽ ഒരു കാര്യങ്ങൾ പോലും, ഇപ്പം ടാബ്ലറ്റ് കുറച്ച് റെഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓക്കെ റെഡ്യൂസ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഈ ഫുഡ് എടുക്കരുതെന്ന് പറഞ്ഞാൽ എടുക്കുന്നില്ല. അല്ലാണ്ട് ഇതെടുത്താൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് ഞാൻ പരീക്ഷണത്തിന് വേണ്ടി ഞാൻ നിന്നിട്ടില്ല. എന്താണോ പറയുന്നത് അത് അതേപോലെ ചെയ്തു. എന്നെ സംബന്ധിച്ച് ഡയബറ്റിക്കിന്റെ ടാബ്ലറ്റ് ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ പറ്റിയാൽ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ലക്ക്, ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തത്. അപ്പൊ അവര് പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു. അതിന്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് 38 ആയിരുന്നു. ഇപ്പൊ 40 ആണ്. 40 പോയിക്കൊണ്ടിരിക്കുന്നത്. ഡയബറ്റിക് ആക്ച്വലി ഒരു 32 ആയ സമയത്ത് ഹൈ ഡയബറ്റിക് കണ്ടു. ഹൈ ഡയബറ്റിക് എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ആ സമയത്ത് എനിക്കൊരു 18 ആയിരുന്നു എന്റെ HbA1c കണ്ടത്. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ സമയത്ത് 27 ഏജ് മുതൽ പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന സ്റ്റേജിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഓക്കെ, പേരൻസിന് എന്റെ ഫാദറിന് ഡയബറ്റിക് ഉണ്ട്, പരമ്പരാഗതമായി കിട്ടിയ ഡയബറ്റിക് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നീട് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് ഇവിടെ നിന്നുള്ള എഡ്യൂക്കേഷൻ കേട്ട് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് എങ്ങനെയാണ് പരമ്പരാഗതമായി ഡയബറ്റിക് വരുന്നത്. പരമ്പരാഗതമായിട്ടാണ് ഡയബറ്റിക് വരേണ്ടതെങ്കിൽ ഞാൻ ബൈ ബർത്തിലെ ഡയബറ്റിക്കിൽ വരേണ്ട ആളാണ്. പക്ഷെ എനിക്ക് അങ്ങനെയില്ല. ഇത് വന്നത് 27ാമത്തെ വയസ്സിലാണ് ഞാൻ പ്രീ ഡയബറ്റിക് ആണെന്ന് കണ്ടെത്തുന്നത്. അപ്പോ ഞാൻ മനസ്സിലാക്കി എന്റെ ജീവിത രീതിയും ഫുഡ് ഹാബിറ്റ്സും കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു അസുഖം വന്നത്. അപ്പൊ സച്ച് വന്നത് വെയിറ്റ് കുറക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അറിയില്ല, സച്ച് വന്നത് വെയിറ്റ് കുറക്കാൻ വേണ്ടി മാത്രമാണ്, ഡയബറ്റിക് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്ല. അപ്പൊ ഇവിടുത്തെ നമ്മൾ ഈ ഒരു അവയർനെസ് ആണ് പീപ്പിളിന് കൊടുക്കുന്നത്. ഡയബറ്റിക് ബോഡിയുടെ ഒരു അവസ്ഥയാണ്. സജുവിന്റെ പ്രത്യേകിച്ച് എവരുടെ എഡ്യൂക്കേഷൻ ഉണ്ടാവും. ഒക്കെ ലേൺ ചെയ്യാൻ തുടങ്ങി. ഇന്നതാണ് കാരണം. പാൻക്രിയാസിലെ സെൽസ് ചത്തുപോയി. ജനീസാണ് പറയുന്നത് പാൻക്രിയാസിൽ ഇൻസുലിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതാണ് സംഭവിച്ചത്. അതിന് എന്ത് വേണം? മധുരം കഴിച്ചിട്ടാണ് ഷുഗർ വരുന്നതിനുള്ള ഒരു തെറ്റായ ധാരണയാണ് എല്ലാവർക്കും. ഇപ്പൊ ഈ സിനി പറഞ്ഞിട്ട് സിനി വല്ല മധുരം വല്ലതും കഴിച്ച ഇല്ല. സിനി കഴിക്കുന്നത് എന്താണ്? ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ കൂടുതൽ കഴിച്ച ഒരാളാണ് സജു. സജുവൊക്കെ ഫുഡ് തേടി പോകുന്നത്, ചായ തേടി പോകുന്ന ആൾക്കാരായിരുന്നു. എങ്ങനെയാണ് സജു ആ സമയത്ത് ഫുഡ് ഹാബിറ്റ് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ഖത്തറിലാണ്. അപ്പോ നമ്മളിവിടെ രാവിലെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചിവിടെ വരുന്നത് ഇവിടുത്തെ ഒരു 6 മണി സമയത്താണ് തിരിച്ചു വരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടയേർഡ് ആയിരിക്കും. ചിലപ്പോൾ കുറച്ചു നേരം മാറി കിടന്ന് ഉറങ്ങും. ഒരു 8:30-9 മണിയാകുമ്പോഴാണ് ഇവിടെ നമുക്ക് നേരം വെളുക്കുന്നത്. രാവിലെ അല്ല, രാത്രിയിൽ. എന്നിട്ട് ആ സമയത്താണ് പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങിയിട്ട് രാത്രി 2 മണി 3 മണി സമയത്ത് പോലും ഞങ്ങൾ ചായയും കുടിച്ച് പല ഷോപ്പിന്റെയും ഫ്രണ്ടിൽ വർത്താനം പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. തിരിച്ചു വന്നിട്ട് കിടന്നുറങ്ങുന്നത് ഈ പറഞ്ഞതുപോലെ 3 മണി, ചിലപ്പോൾ 4 മണി. ഞങ്ങൾക്ക് രാവിലെ ഒരു പ്രയർ ഉണ്ട്. അത് ചില സമയങ്ങൾ മാറി മാറി വരും. ചിലപ്പോൾ അത് 3:30-ക്കൊക്കെ വരാറുണ്ട്. അതും കഴിഞ്ഞിട്ട് മാറി കിടന്നുറങ്ങിയപ്പോൾ ഒരുപാട് ദിവസങ്ങളുണ്ട്. എന്നിട്ട് രാവിലെ എങ്ങനെയോ എഴുന്നേറ്റ് ഓഫീസിലേക്ക് പോകാറുണ്ട്. പക്ഷെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോൾ ഇപ്പൊ നിജു പറഞ്ഞതുപോലെ കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ
ടൈമിൽ ഉറങ്ങാൻ പഠിച്ചു, ടൈമിൽ എഴുന്നേക്കാൻ പഠിച്ചു. ഏത് സമയത്ത് കിടന്നുറങ്ങിയാലും ചിലപ്പോ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ ഞാൻ ഇത്തിരി ലേറ്റ് ആവാറുണ്ട് ഉറങ്ങാൻ ചില ദിവസങ്ങളിൽ. അങ്ങനെ ലേറ്റ് ആയാൽ പോലും 3:30 എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ എന്റെ മൊബൈൽ അലാറം അടിക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റിരിക്കും. ഒരു സെക്കൻഡ് അവിടുന്ന് പിന്നെ എങ്ങനെയാണ് മാറ്റിയത്? ഈ ഡയബറ്റിക് കുറഞ്ഞു വരുമ്പോഴും ടാബ്ലറ്റ് എങ്ങനെ കുറച്ചു? ഞാൻ 15 ദിവസം കഴിഞ്ഞ മുതൽ എന്റെ ഡയബറ്റിക് താഴേക്ക് വന്നു തുടങ്ങി. അപ്പോ ഇവിടെ എനിക്ക് ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് കിട്ടൽ വലിയ പാടാണ്. 3 മാസത്തിൽ ഒരിക്കലൊക്കെയാണ് അപ്പോയിന്റ്മെന്റ്, ചിലപ്പോൾ അത് 6 മാസം വരെ പോകും. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ഒരു 3 മാസം കഴിഞ്ഞ സമയത്ത് എനിക്ക് കിട്ടി. അത് ഒരു 30 ഡേയ്സിലാണ് എനിക്ക് കിട്ടിയത്. ആ കിട്ടിയ സമയത്ത് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഞാൻ എന്റെ HbA1c ചെക്ക് ചെയ്തപ്പോൾ 5.7 ആയിരുന്നു എന്റെ HbA1c. ആ HbA1cയുടെ റിസൾട്ടുമായിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു 5.7 ആണ്, ഓക്കെ കുഴപ്പമില്ല, ഇപ്പൊ നമ്മുടെ മരുന്നൊക്കെ വലിച്ചു തുടങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞ 7 വർഷമായിട്ട് എടുക്കുന്ന മരുന്നാണെന്ന് ഓർമ്മയാണോ, മരുന്നൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, ഇനി ഇപ്പൊ നമുക്ക് ടാബ്ലറ്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടറാണ്, ആളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്റെ ടാബ്ലറ്റിന്റെ ഡോസേജ് ഞാൻ കുറച്ചിരുന്നു. അത് ഞാൻ എന്റെ കോച്ചിനെ ഇൻഫോം ചെയ്യുകയും ചെയ്തു. എന്നിട്ടാണ് ഞാൻ മുമ്പോട്ട് പോയത്. പിന്നെ ഞാൻ കുറച്ച്, അപ്പൊ ഡോക്ടറിന് ഡൗട്ട് ആയി ഇത് എങ്ങനെ കുറയുന്നു എന്നുള്ള കാര്യത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ ഫലമായിട്ടാണ്. അപ്പൊ പുള്ളി പറഞ്ഞു ഓക്കെ, ഏതാണെങ്കിലും അങ്ങനെ പെട്ടെന്നൊന്നും കുറയാൻ പാടില്ല, നോക്കണം, മരുന്ന് നിർത്തരുത്, നിർത്താതെ മുമ്പോട്ട് പോകണം. പുള്ളി അദ്ദേഹത്തിന്റെ സ്വന്തം റിസ്കിൽ എനിക്ക് എഴുതി തന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരണമെന്ന് പറഞ്ഞു. 1 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ ടാബ്ലറ്റ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു, വിത്തൗട്ട് ഡോക്ടറുടെ ഇതില്ലാണ്ട് എന്റെ സ്വന്തം റിസ്കിലാണ് ഞാൻ ചെയ്തത്. കോച്ചസ് എന്നെ കുറെ വഴക്ക് പറയുകയും ചെയ്തു, കാരണം ഡോക്ടർ പറയാണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്ന് അവർ എന്നോട് പറഞ്ഞു. പക്ഷെ എന്റെ ഡയബറ്റിക് കുറഞ്ഞു വരുന്നു, എനിക്കൊരു പേടി. ഡയബറ്റിക് കുറഞ്ഞ് ഞാൻ ആ സമയത്ത് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഡയബറ്റിക് കുറഞ്ഞു വന്ന് ഇനിയിപ്പോ ഞാൻ ഇൻ കേസ് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ ആരുമില്ല നോക്കാനും ഒന്നും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നെ, ഡോക്ടറാണ്, ആളുടെ അടുത്ത് സംസാരിച്ചിട്ട് തന്നെ ഞാൻ എന്റെ ഡയബറ്റിക്കിന്റെ ടാബ്ലറ്റ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്യുക മാത്രമല്ല, സ്റ്റോപ്പ് ചെയ്ത അനുസരിച്ചിട്ട് ഓരോ ദിവസവും 2 ടൈംസ് വെച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഫാസ്റ്റിങ്ങും റാൻഡവും ഞാൻ എന്റെ ഡയബറ്റിക് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. അത് എങ്ങനെയാണ് അതിന്റെ വേരി ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ റിപ്പോർട്ട് ഞാൻ എന്റെ ഫ്രണ്ടിനും അയച്ചു കൊടുത്തു, ഞാൻ വിൻസിക്കും നിജുവിനും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എന്റെ HbA1c 5.3 ആയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഗുഡ്, കുഴപ്പമില്ല, നമുക്കിനി ടാബ്ലറ്റ്സ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി നിർത്തി, ഞാനിപ്പോ ടാബ്ലറ്റ് ഒന്നും എടുക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചത് അതെങ്ങനെ നിർത്താൻ വേണ്ടി പറ്റുന്നത്? 2 ടാബ്ലറ്റ് ഉണ്ട്, അതായത് ഗ്ലൂക്കോഫേജും കഴിക്കുന്നുണ്ട്, ആസ്ട്രോവാസ്റ്റ് എന്ന് പറയുന്ന കൊളസ്ട്രോളിന്റെ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, പക്ഷെ ഞാൻ ആ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഷുഗറിന്റെ ടാബ്ലറ്റ് കഴിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാണ് കൊളസ്ട്രോൾ ടാബ്ലറ്റ് തരുന്നത്, നിർത്താൻ പാടില്ല. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ നിർത്തി, ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടില് 1+1 ഫ്രീ ഉണ്ട്. അപ്പൊ ഡയബറ്റിക്കിനെ എടുക്കുമ്പോ കൊളസ്ട്രോൾ ഫ്രീ ആയി. ഞാൻ സജുവിനെ പരിചയപ്പെട്ട ശേഷമാണ് ഞാൻ അറിയുന്നത് ഡയബറ്റിക്കിന്റെ ടാബ്ലറ്റിനൊപ്പം കൊളസ്ട്രോളിന്റെ ടാബ്ലറ്റ് കൊടുക്കും എന്നുള്ള കാര്യം ഞാൻ അന്നായിരുന്നു ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. സജി പിന്നെ അതിനുശേഷം എന്തായി? അതിനുശേഷം എനിക്കിപ്പോ 2 വർഷത്തോളമായിട്ട് ഞാൻ ടാബ്ലറ്റ് ഇല്ലാതാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് ഒക്ടോബർ 23-ാം തീയതി എനിക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടായിരുന്നു. വല്ലപ്പോഴും കിട്ടുന്നതാണ്, അങ്ങനെ വിസിറ്റ് ഞാൻ കളയാറില്ല. അതായത് ഇവിടെ വിസിറ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് കാരണം ആ വിസിറ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. എന്നെ ഡോക്ടർ അവിടുന്ന് ഡയബറ്റിക്കിനാണ് ഡിസ്ചാർജ് ചെയ്തു. ബട്ട് ആ ഒരു വിസിറ്റ് ഉണ്ടാവും, എനിക്ക് തോന്നുന്നു ഒരു വർഷമോ 2 വർഷമോ മറ്റോ കണ്ടിന്യൂസ് വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവര് നമ്മുടെ ഫയൽ ക്ലോസ് ചെയ്ത് മാറ്റുള്ളൂ. അപ്പോ ഞാൻ അത് വെച്ചിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ പോയി കണ്ടപ്പോൾ എന്റെ HbA1c ഇപ്പോഴും 5.3 തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അവിടുത്തെ സജു കുറച്ചുകൊണ്ട് വന്നത്, സജുവിന്റെ HbA1c സജു എത്ര കിലോ കുറച്ചു? ടോട്ടൽ വെയിറ്റ് എത്ര കുറച്ചായിരുന്നു? ഞാൻ 18 കിലോ വെയിറ്റ് കുറച്ചു. പക്ഷെ ആക്ച്വലി എനിക്ക് ഈ പറഞ്ഞതുപോലെ വെയിറ്റ് കുറഞ്ഞതല്ല എനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നിയത്. എനിക്ക് എന്റെ ലൈഫ് ലോങ് ഞാൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉപയോഗിക്കാതെ എനിക്കിപ്പോ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. പണ്ടൊക്കെ നാട്ടിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ ആദ്യം എടുത്ത് ബാഗിന്റെ സൈഡിൽ വെക്കുന്നത് എന്റെ ടാബ്ലറ്റ്സ് ആയിരുന്നു എടുത്ത് വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. വെരി ഗുഡ്. ആന്റി ഏജിങ് ലുക്ക്. ഇങ്ങനെ ആദ്യം വന്ന ഫോട്ടോ കണ്ടില്ലേ? ഈ വന്ന ആളാണ് പിന്നീട് ഇന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി എക്സസൈസ് ചെയ്തു തരുന്ന ആള്. യങ് ലുക്കിലേക്ക് എത്തി, ആന്റി ഏജിങ്ങിലേക്ക് എത്തി, ഡയബറ്റിക് ഫ്രീ ആയി, നോ മെഡിസിൻ. ഇത് കാണിച്ചു തരുന്ന ഒരാളുടെ റിസൾട്ടാണ് മറ്റൊരാള് ഓക്കെ ഇങ്ങനെ എനിക്കും പോസിബിൾ ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. എനിക്ക് 10 ദിവസം വേണ്ടി ഹാപ്പിനെസ് ഉണ്ടോ? ഇപ്പൊ വെയിറ്റ് ലൈൻ അത്യാവശ്യം വയറുണ്ടായിരുന്ന ആളിപ്പോ ഫ്ലാറ്റ് ആയി.
വെരി ഗുഡ് സൂപ്പർ. ഈ മാറ്റം എങ്ങനെയാണ് സിനി? ഈ ഒരു ഫേസിന്റെ ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്യുന്നത്? മാറ്റം ഭയങ്കരമായ മാറ്റമായി പോയത്. എത്ര ഏജ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് സിനി? ശരിക്കും നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. ഒരു 10 വയസ്സ് 15 വയസ്സൊക്കെ വ്യത്യാസം തോന്നുന്നുണ്ട്. 15 വയസ്സാണ് സജി കുറച്ചത്. ഇത് തന്നെയാണ് സിനിയും ആകാൻ പോകുന്നത്. ഇതേ ലെവലിലേക്ക് നമ്മൾ പോകണമെങ്കിൽ അവരെങ്ങനെയാണ് ഈ പ്രോഗ്രാം ഫോളോ ചെയ്തത് അത് തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമ്മളൊരു മെഡിസിൻ ഇല്ലാത്ത ലൈഫിലേക്ക് വരണം.